നമസ്കാരം. ഏഷ്യാനെറ്റ് ഫൈബർ സൂപ്പർ സോക്കറിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ലോകകപ്പ് മത്സരങ്ങൾ, 23ാമത് ലോകകപ്പ് മത്സരങ്ങൾ അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി നടക്കുന്ന ഈ 23ാമത് ലോകകപ്പ് മത്സരങ്ങൾ ആവേശകരമായി തന്നെ നടക്കുകയാണ്. എല്ലാ മത്സരങ്ങളും കളിക്കളത്തിലും കാണികൾക്കും കളിക്കാർക്കുമെല്ലാം ആവേശം വാരി വിതറുകയാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല. കഴിഞ്ഞ ലോകകപ്പിനേക്കാൾ അതിന് മുമ്പ് നടന്ന ലോകകപ്പിനേക്കാൾ കൂടുതൽ ടീമുകൾ കളിക്കുന്നു എന്ന് മാത്രമല്ല, കൂടുതൽ കാണികളുടെ പങ്കാളിത്തവും ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇന്നലെ നടന്ന മത്സരങ്ങളും അതോടൊപ്പം ഇന്ന് രാത്രി, അതായത് ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളാണ്, ഇന്ന് രാത്രി അതായത് നാളെ പുലർച്ചെ നടക്കുന്ന മത്സരങ്ങളും നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇന്ന് ഏറ്റവും ആവേശം നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരുന്നു പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിലുള്ള മത്സരം. നമുക്കറിയാം, റൊണാൾഡോ അവസാന വേൾഡ് കപ്പിലേക്ക് ഇറങ്ങുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ 6ാമത്തെ വേൾഡ് കപ്പാണ്. അദ്ദേഹത്തിന് 41 വയസ്സായി. ഈ വേൾഡ് കപ്പോടെ അദ്ദേഹം ഫുട്ബോളിൽ നിന്ന് വിരമിച്ചേക്കാം. ഫുട്ബോളിൽ നിന്ന് വെച്ചാൽ ക്ലബ് ഫുട്ബോളിൽ തുടരാം, പക്ഷേ ഈ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചേക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ പടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വേൾഡ് കപ്പും അല്ലെങ്കിൽ ഒരു ലോകകപ്പും കയ്യിലേന്തി പോകാനുള്ള ഒരു ആഗ്രഹമാണ് റൊണാൾഡോയ്ക്കുള്ളത്. പക്ഷേ റൊണാൾഡോയുടെ മത്സരത്തിൽ ആദ്യം വിമർശകർ ഏറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. റൊണാൾഡോ കളിക്കളത്തിൽ നിറഞ്ഞു കളിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഇന്നും ഒരു ഗോൾ നേടിയിരിക്കുകയാണ്. അതായത് നോക്കൗട്ട് റൗണ്ടിൽ റൊണാൾഡോ ലോകകപ്പിൽ നേടുന്ന ആദ്യത്തെ ഗോള് തന്നെയാണ് ഇന്ന് നേടിയത്. ഇന്ന് ക്രൊയേഷ്യയും പോർച്ചുഗലും തമ്മിലായിരുന്ന മത്സരം. നമുക്കറിയാം, ക്രൊയേഷ്യയുടെ മത്സരം എപ്പോഴും കാണികൾക്ക് ആവേശം പകരുന്നതാണ്. കാരണം വൺ ടച്ച് പാസുകളിലൂടെ വളരെ നിയന്ത്രണത്തോടെ അച്ചടക്കത്തോടെ കളിക്കുന്ന ഒരു ടീം തന്നെയാണ് ക്രൊയേഷ്യ. കാരണം അവർക്ക് ഫുട്ബോൾ അവരുടെ ജീവാത്മാവും പരമാത്മാവും എന്നൊക്കെ പറയുന്ന പോലെ ഫുട്ബോൾ അവരുടെ വികാരമാണ്. അവരുടെ തെരുവീഥികളിൽ നമുക്ക് ചെന്നാൽ കാണാം, ക്രൊയേഷ്യയുടെ പല മേഖലകളിലും യുവാക്കളും കുട്ടികളുമൊക്കെ ഫുട്ബോൾ തട്ടി അവരുടെ സമയം ചെലവഴിക്കുന്നതും അതിലേക്കുള്ള പ്രോസ്പെക്ട്സ്, അതിലുള്ള ഭാവി കാണുന്നതെല്ലാം നാം കണ്ടിട്ടുണ്ട്. ക്രൊയേഷ്യ നമുക്കറിയാം, എപ്പോഴും ക്രൊയേഷ്യയ്ക്ക് ലോകകപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിരാശയുടെയും നിർഭാഗ്യത്തിൻ്റെയും നിരാസത്തിൻ്റെയും ഒക്കെ ഒരു വേദിയായിട്ട് മാറിയിട്ടുണ്ട്. 2018 ക്രൊയേഷ്യ ഫ്രാൻസിനെതിരെ ഫൈനലിൽ എത്തിയതാണ്. അതായിരുന്നു ഇവർക്ക് ലോകകപ്പിൽ നേടിയ ഏറ്റവും മികച്ച നേട്ടം. അന്ന് എല്ലാവരും വിചാരിച്ചു ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ക്രൊയേഷ്യ കപ്പെടുക്കുമെന്ന്. 2018, അതായത് ഇതിന് തൊട്ട് മുമ്പത്തെ, ഇപ്പോൾ നടക്കുന്നതിന് മുമ്പത്തേൻ്റെ തൊട്ട് മുമ്പിലത്തെ ലോകകപ്പിൽ അന്ന് ഫൈനലിൽ ക്രൊയേഷ്യ എത്തിയപ്പോൾ തന്നെ ആരവങ്ങൾ ലോകമെമ്പാടും ക്രൊയേഷ്യൻ ആരാധകർ വാരി വിതറി. മാത്രമല്ല ക്രൊയേഷ്യയിലെ ആഘോഷം തന്നെയായിരുന്നു. അവരുടെ ടൈം സ്ക്വയറിൽ വളരെ ആളുകൾ കൂടി നിന്നുകൊണ്ട് ബാൻഡും മേളവും മുദ്രാവാക്യം വിളികളും എല്ലാം, അങ്ങനെ ആവേശം ഒരു അലതല്ലിയ ഒരു ഫൈനലായിരുന്നു ഫ്രാൻസും ക്രൊയേഷ്യയും തമ്മിൽ. പക്ഷേ ഫ്രാൻസ് 4-2 എന്ന നിലയിൽ ഫ്രാൻസ് ജയിക്കുകയായിരുന്നു, കപ്പെടുക്കുകയായിരുന്നു. പക്ഷേ ക്രൊയേഷ്യക്കാർ നിരാശരായില്ല. ഞാൻ അതാണ് പറഞ്ഞത്, അത്ര നിയന്ത്രണത്തോടും അച്ചടക്കത്തോടും മാനസിക സന്തുലിതയോടും കളിക്കുന്ന ഒരു ടീം തന്നെയാണ് ക്രൊയേഷ്യ. അവരത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്തു. പക്ഷേ അവർക്ക് രാജകീയ സ്വീകരണമാണ് അന്ന് ക്രൊയേഷ്യയിൽ തെരുവീഥികളിൽ നൽകിയത്. ഒരുപക്ഷെ ഒരു കപ്പ് നേടുന്ന ടീമിന് നൽകുന്നതിനെക്കാട്ടിലും വലിയ ഒരു സ്വീകരണം ക്രൊയേഷ്യയിൽ നൽകി എന്നുള്ളതും നാം എടുത്തു പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്നലത്തെ മത്സരത്തിലേക്ക് വരാം. ഇന്നലത്തെ മത്സരം യഥാർത്ഥത്തിൽ ക്രൊയേഷ്യയും പോർച്ചുഗലും തമ്മിലായിരുന്നുവെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്കോ മോഡ്രിച്ചും തമ്മിലുള്ളതായിരുന്നു മത്സരം. കാരണം നമുക്കറിയാം, ലൂക്കോ മോഡ്രിച്ച് 41 വയസ്സുകാരനാണ്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സമപ്രായക്കാരൻ. രണ്ടുപേരും റിയൽ മാഡ്രിഡിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് കളിച്ചിട്ടുള്ള ഏകദേശം 46 മത്സരങ്ങൾ ഇവർ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് റിയൽ മാഡ്രിഡിന് വേണ്ടി. അങ്ങനെ റൊണാൾഡോയുടെ തന്ത്രങ്ങളും മോഡ്രിച്ചിനറിയാം, മോഡ്രിച്ചിൻ്റെ തന്ത്രങ്ങളും കരുക്കളും നീക്കുന്നതും എല്ലാം റൊണാൾഡോയ്ക്കും അറിയാം. അവർ രണ്ടും കൂടിയാണ് ഇറങ്ങിയത്. ഈ കളി തോറ്റപ്പോൾ അവസാനം അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് പിരിയുന്നതും നാം കണ്ടതാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ സുഹൃത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരമായിരുന്നു അത് എന്ന് നാം പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രധാന കാര്യം നമുക്ക് ഇതിൽ ആര് മികച്ചു നിൽക്കും, റൊണാൾഡോ ആണോ മോഡ്രിച്ച് ആണോ മികച്ചു നിൽക്കുന്നത് എന്നുള്ളത് കാണാനായിരുന്നു കാണികൾക്ക് ആവേശം. പക്ഷേ ആവേശകരമായിരുന്നു മത്സരം. ഈ ലോകകപ്പിൽ നാം കണ്ട മത്സരങ്ങളിൽ ഏറ്റവും ആവേശം വാരി വിതറിയ കളിക്കളത്തിലും കാണികളുടെ ഇടയിലും അതോടൊപ്പം പന്തടക്കത്തിലും മെയ്വഴക്കത്തിലും തന്ത്രങ്ങളിലുമെല്ലാം ആവേശം വാരി വിതറിയ മത്സരം തന്നെയായിരുന്നു ഇത് എന്ന് പറയേണ്ടതുണ്ട്. അതിൽ നമുക്ക് എങ്ങനെ ആവേശം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആദ്യ പകുതി വരെ രണ്ടുപേരും ഗോൾ രഹിത സമനിലയിലായിരുന്നു. അതായത് റൊണാൾഡോയുടെ ടീമും
മോഡ്രിച്ചിൻ്റെ ടീമും ഗോളൊന്നും അടിക്കാത്ത ഗോൾ രഹിത സമനില. പക്ഷേ രണ്ടാമത്തെ പകുതിയിലാണ് ആദ്യം ഗോൾ വല ചലിപ്പിക്കുന്നത് മോഡ്രിച്ചിൻ്റെ ക്രൊയേഷ്യ തന്നെയായിരുന്നു എന്നുള്ളത് നാം ഓർക്കണം. അതോടുകൂടി ആവേശം ഇരട്ടിച്ചു. അവർക്ക് ജയിക്കാനുള്ള സാധ്യതകളെല്ലാം കണ്ടു. പെർസോവിച്ചാണ് രണ്ടാം പകുതിയിൽ ആദ്യം ഗോൾ നേടുന്നത്. ഒരു വാർ ഉണ്ടായിരുന്നു. അതിൽ ഒരു പെനാൾട്ടി ക്രൊയേഷ്യക്കെതിരെ വിധിക്കുകയും ക്യാപ്റ്റൻ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അത് പെനാൾട്ടി കിക്ക് എടുക്കുകയും ഗോളാക്കി മാറ്റുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ 6ാമത്തെ ലോകകപ്പിലെ ഗോളായിരുന്നു. അത് മികച്ച ഗോൾ തന്നെയായിരുന്നു. അതായത് പെനാൾട്ടി കിക്ക് കിട്ടുകയാണെങ്കിൽ ഫീൽഡ് ഗോൾ അല്ലെങ്കിൽ തന്നെ അതൊരു മികച്ച കിക്ക് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 1-1 നിൽക്കുമ്പോഴാണ് 90-ാം മിനിറ്റിൽ റാമോസിൻ്റെ ഒരു ഗോൾ വരുന്നത്. അതായത് 90 കഴിഞ്ഞ് 91, അത് ഇഞ്ചുറി ടൈമിലാണ് റാമോസ് ഒരു ഗോൾ നേടുന്നത്. അങ്ങനെ പോർച്ചുഗൽ ജയിച്ചു എന്ന് തന്നെ എല്ലാവരും കരുതി പോർച്ചുഗൽ ജയിച്ചു. കാരണം ഇനി ഇഞ്ചുറി ടൈമിൽ ഗോൾ അടിക്കാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. മാത്രമല്ല അവരത് തന്ത്രം ഡിഫൻഡേഴ്സിനെല്ലാം ഇറക്കി നിർത്തിക്കൊണ്ട് ക്രൊയേഷ്യയുടെ ആക്രമണത്തെ ചെറുക്കുന്ന തരത്തിൽ ആയിരുന്നു അവസാനത്തെ 7 മിനിറ്റ്, അത് ഇഞ്ചുറി ടൈമിൽ 7 മിനിറ്റ് കളിച്ചത്. പക്ഷേ അവിടെയും ക്രൊയേഷ്യയുടെ എന്താ പറയുക, നമുക്ക് പറയാവുന്നത് അവരുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചുകൊണ്ട് അവർ ഒരു ഗോൾ നേടി. പക്ഷേ എന്തു പറയാം, അതും ഗോളാണ് എല്ലാവരും വിചാരിച്ചു, എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു, സമനില ഗോളാണെന്ന് കരുതുകയും ചെയ്തു. പക്ഷേ അത് വാറിലേക്ക് പോയി. അതായത് അത് റീപ്ലേയിലൂടെ അതിൽ അല്പം ഓഫ് സൈഡാണെന്ന് കാണുകയും ചെയ്തു. കാരണം അതൊരു കിക്കെടുത്ത് ഇങ്ങനെ ദൂരെ നിന്നും വരുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ അത് തട്ടുന്നത് പോർച്ചുഗൽ ടീമിൻ്റെ ഒരു കളിക്കാരൻ്റെ ശരീരത്തിൽ ചെറുതായൊന്ന് ഉരസിയാണ് വന്നത്. പക്ഷേ അപ്പോഴേക്കും നമ്മൾ ഗോളടിച്ച 19-ാം നമ്പറുകാരൻ അവിടെ നിന്ന് അത് തട്ടിയകത്തിയപ്പോൾ അല്പം, അതായത് വാറിൽ നമുക്ക് കാണാൻ പറ്റും, റീപ്ലേ കാണിച്ചപ്പോഴത്തെ ഒരു ലൈനിൻ്റെ ഒരു അല്പം മുന്നിലായിരുന്നു. അങ്ങനെ അത് നിരാശയായി ഭവിക്കുകയും ചെയ്തു. നേരത്തെയും ഒരു വാർ നിഷേധിച്ചിരുന്നു ക്രൊയേഷ്യയുടെ. അങ്ങനെ മനോഹരമായ ഒരു മത്സരം അങ്ങനെ അവസാനിച്ചു. അതിൽ ക്രൊയേഷ്യ തോൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പക്ഷേ അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ജയിച്ചു എന്നുള്ളത് നാം എടുത്തു പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് ഇനി വരുന്ന മത്സരങ്ങൾക്ക് റൊണാൾഡോയ്ക്ക് ആവേശം പകരും. പക്ഷേ ക്രൊയേഷ്യ തോറ്റെങ്കിലും നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രൊയേഷ്യയ്ക്ക് വീരോചിതമായ സ്വീകരണം തന്നെ മുമ്പ് നൽകിയതുപോലെ ക്രൊയേഷ്യൻ രാജ്യത്ത് നൽകുമെന്നുള്ളത്. കാരണം അവർ അത്ര മികവോടെയാണ് കളിച്ചത്. ഇതിനു മുമ്പ് 2022 അവർ 3-ാം സ്ഥാനത്ത് വന്നിരുന്നു ക്രൊയേഷ്യ. അത് മൊറോക്കയെ തോൽപ്പിച്ചാണ് 3-ാം സ്ഥാനത്തേക്ക് വന്നത്. പക്ഷേ അവിടെയും അവർക്ക് സ്വീകരണം വളരെ വീരോചിതമായി തന്നെ സ്വന്തം നാട്ടുകാർ നൽകി എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ ക്രൊയേഷ്യ തോറ്റ് പിന്മാറിയെങ്കിലും ഇത് തീർച്ചയായിട്ടും ഒരു എങ്ങനെയാണ് ഒരു ഫുട്ബോളിൻ്റെ മാന്ത്രികത അല്ലെങ്കിൽ ആവേശം അല്ലെങ്കിൽ അതിൻ്റെ വിസ്മയം കാണികളിലേക്ക് പകരുന്നത് എന്ന് കാണിച്ചു തരാൻ ക്രൊയേഷ്യയ്ക്ക് മോഡ്രിച്ചിനും കഴിഞ്ഞു എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. ലൂക്കോ മോഡ്രിച്ച് ഈ മത്സരത്തോടു കൂടി അദ്ദേഹം ഒരുപക്ഷെ വിരമിച്ചേക്കാം. നാളെയോ മറ്റന്നാളോ വിരമിക്കൽ പ്രഖ്യാപനം ഇൻ്റർനാഷണൽ മത്സരത്തിൽ നിന്ന് നടത്തിയേക്കാം. എങ്കിലും അദ്ദേഹം വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ്, കരഞ്ഞ് അവശനായി അങ്ങനെയല്ല, പുഞ്ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം കളം വിട്ടത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇതിൽ യഥാർത്ഥത്തിൽ ലാസ്റ്റ് മത്സരമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം ഗ്രൂപ്പ് ഫോട്ടോ നിന്നപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ചുവന്ന ടീഷർട്ടും ഇട്ടുകൊണ്ടാണ് വന്നത്. അതായത് ഇന്നത്തെ അവരുടെ ജേഴ്സിയുടെ നിറം വെള്ളയിൽ ചെറിയ ചാര കളർ പടർന്ന ഒരു ജേഴ്സിയായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു റെഡ് അവരുടെ സ്ഥിരം ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷേ നമ്പർ 7 ആയിരുന്നില്ല, 21 ആയിരുന്നു. അത് നിങ്ങൾക്കറിയാമോ ആരായിരുന്നു 21-കാരനെന്ന്? അത് നമുക്കറിയാം. കഴിഞ്ഞ വർഷം ഇതേ ദിവസം, അതായത് ജൂലൈ 2-ന് റോഡ് അപകടത്തിൽ മരിച്ച ഡിയാഗോ ജോട്ടയുടെ ജേഴ്സിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അണിഞ്ഞുകൊണ്ട് അവസാന മത്സരത്തിൽ ആ വേദിയിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും അത് വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ കൂടി സമ്മാനിക്കുന്നതായിരുന്നു. കാരണം ഇവർ 26 പേരല്ല കളിക്കളത്തിൽ, അതായത് 26 പേരുടെ സ്ക്വാഡാണ് വരുന്നത്, 26 പേരല്ല, 27 പേർ പോർച്ചുഗലിന് ഉണ്ട് എന്നുള്ളതാണ് അവർ നേരത്തെ പറഞ്ഞിരുന്നത്. കാരണം 27ാമത് അദൃശ്യനായി ജോട്ടോ, അതായത് ഡിയാഗോ ജോട്ടോ മരണത്തിന് ശേഷവും നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യമാണ് റൊണാൾഡോ അവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം കഴിഞ്ഞ ജൂലൈ 2-ന് അദ്ദേഹവും സഹോദരനും കൂടി കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു ട്രക്കിലിടിച്ച് ആ സ്പോട്ടിൽ ജോട്ടോ എന്നുള്ള
ഒരു മികച്ച കളിക്കാരൻ, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പാസുകൾ നൽകുകയും അസിസ്റ്റ് നൽകുകയും ഗോളുകൾ നേടാൻ സഹായിക്കുകയും നിരവധി ഗോളുകൾ, അന്താരാഷ്ട്ര ഗോളുകൾ നേടിയിട്ടുള്ളതായ ജോട്ടോ അന്ന് തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് റൊണാൾഡോ ആ ടീഷർട്ട് ഇട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും ചെയ്തു. അത് നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ നോക്കുമ്പോൾ കാണാം. എല്ലാവരും വെള്ള ടീഷർട്ട് അണിഞ്ഞ് നിൽക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രം ആ വെള്ള ടീഷർട്ടിന് മുകളിൽ ഒരു 21-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച. അത് തീർച്ചയായിട്ടും ഒരു വേദനാജനകം തന്നെയാണ്. ഈ മത്സരം, ഈ വിജയം അവർ സമർപ്പിക്കുന്നതും ഡിയാഗോ ജോട്ടയ്ക്കാണ് എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ന് നടന്ന ആവേശമെതിറിയ മറ്റൊരു മത്സരമായിരുന്നു സ്പെയിനും ഓസ്ട്രിയയും തമ്മിലുള്ള മത്സരം. നമുക്കറിയാം, സ്പെയിനാണ് യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്, അവർക്കാണ് എപ്പോഴും മുൻതൂക്കം ഉണ്ടായിരുന്നത് ഈ മത്സരത്തിൽ. കാരണം രണ്ടുപേരും യൂറോപ്യൻ ടീമാണ്. ഓസ്ട്രിയ യൂറോപ്പിൽ നിന്ന് വരുന്നു, യൂറോപ്യൻ ഫുട്ബോൾ കളിച്ച് വരുന്നു. സ്പെയിനും യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യന്മാരാണെന്ന് മാത്രമല്ല, എല്ലാ മത്സരങ്ങളിലും കളിച്ചിട്ടുള്ള എല്ലാ ടൂർണമെൻറ്റിലും മികച്ച നിലവാരവും പന്തടക്കവും മേവഴക്കവും തന്ത്രവും എല്ലാം പയറ്റി തെളിഞ്ഞ ഒരു ടീം തന്നെയായിരുന്നു സ്പെയിൻ. സ്പെയിന് 3-0 ഓസ്ട്രിയയെ തോൽപ്പിച്ചു എന്നുള്ളതാണ് ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൻ്റെ സവിശേഷത. പക്ഷേ അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൊണ്ടുണ്ട്, അത് ഞാൻ സൂചിപ്പിക്കാം. അതായത് നമുക്കറിയാം, ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലൊരു മത്സരമുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ. അതിൽ 3-3 എന്നുള്ളതിൽ ഓസ്ട്രേലിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിലായി പിരിഞ്ഞു. പക്ഷേ ആ സമനിലയിൽ പിരിഞ്ഞപ്പോൾ ഉണ്ടായത് ഇവർക്ക് രണ്ടുപേർക്കല്ല, വേദന ഉണ്ടായത് ഇറാനാണ്. ഇവരിൽ ആരെങ്കിലും ഒരാൾ തോറ്റിരുന്നുവെങ്കിൽ ഇറാന് 3-ാം സ്ഥാനത്തിലെത്തി ഈ 32 റൗണ്ടിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള മത്സരം സമനിലയിലായതോടുകൂടി ഇറാൻ നിരാശയിലായി. മാത്രമല്ല, ആരോപണങ്ങളും അവർ ഉന്നയിച്ചു. അതായത് ഇറാൻ പറഞ്ഞത് ഇതൊരു ഒത്തുകളി ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒത്തുകളി ആയിരുന്നു എന്നുള്ള കാര്യം ആർക്കും പറഞ്ഞത്. അതുകൊണ്ട് ആവേശം നൽകിയൊരു മത്സരം തന്നെയാണ്. 3 ഗോൾ പരസ്പരം, ആദ്യം 2 ഗോളിന് മുന്നിട്ട് നിന്നു, പിന്നെ 2-1 പിന്നെ 3-2 3-3 അങ്ങനെ നാം കണ്ടതാണ് അൾജീരിയയും അതോടൊപ്പം തന്നെ ഓസ്ട്രിയയും തമ്മിലുള്ള മത്സരം. പക്ഷേ അതിനുശേഷം ഓസ്ട്രിയൻ ക്യാപ്റ്റൻ ഒരു വിവാദമായ ഒരു പ്രസ്താവന നടത്തി. നമ്മളുടെ കളി പൂർണ്ണമായും പുറത്തെടുത്തിരുന്നില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഒത്തുകളി വിവാദത്തിൻ്റെ സാധ്യതകൾ ഇറാൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ, സ്പെയിനും ഓസ്ട്രിയയും തമ്മിലുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ നാം കണ്ടത് സ്പെയിൻ നിറഞ്ഞു കളിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. കുക്കുറിലെ, ലാമിയർ യമാൽ, ഒയർസബാൽ, പെറോ, റോഡ്രി, പെഡ്രി, അങ്ങനെ കളിക്കളത്തിൽ ഇവരെല്ലാവരും മികച്ച പാസുകളിലൂടെ ആദ്യം തൊട്ടേ തന്നെ ആധിപത്യം സ്ഥാപിച്ചു. നമുക്ക് ഈ കളിക്ക് മുമ്പിൽ നമുക്ക് പറയാം, തീർച്ചയായിട്ടും ഓസ്ട്രിയയ്ക്ക് സ്പെയിൻ ഒരു ദയാവധം നൽകുമെന്നാണ് വിമർശകരും നിരൂപകരും എല്ലാം പറഞ്ഞിരുന്നത്. കാരണം അത്ര സ്ട്രോങ് ആണ് സ്പെയിനിൻ്റെ ടീം. പക്ഷേ ലാമിയർ യമാൽ അറിയാം, നമുക്ക് 18 വയസ്സുകാരൻ, വളരെ ചുറുചുറുക്കോടെ കളിക്കളത്തിൽ നിറഞ്ഞു കളിക്കുന്ന ഒരു തന്ത്രശാലി. ഇനി വരുന്ന മത്സരങ്ങൾ, ഇനി വരുന്ന ലോകകപ്പുകളിലും അന്താരാഷ്ട്ര മത്സരങ്ങളിലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തിരഞ്ഞു നിൽക്കുന്നത് ലാമിയർ യമാൽ കൂടി ആയിരിക്കും. നമുക്ക് എംബാപ്പെ ഉണ്ട് ഫ്രാൻസിൻ്റെ. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നമുക്ക് പോകാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ പോകും, നമ്മുടെ സാക്ഷാൽ ലയണൽ മെസ്സി പോകും, നൈമർ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന അറിയില്ല, നൈമറും പോകുമെന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഇവരെല്ലാം പോകുമ്പോഴും നമുക്ക് പുതിയ ഫുട്ബോൾ പ്രതീക്ഷകൾ നൽകുന്ന താരങ്ങളാണ് യമാൽ, ഒയർസബാൽ, അതോടൊപ്പം തന്നെ എംബാപ്പെ, അങ്ങനെ പലരുമുണ്ട്. പക്ഷേ ഇന്ന് ഈ കളിക്കളത്തിൽ ഇവർ നിറഞ്ഞു കളിക്കായിരുന്നു. ആദ്യം മുതലേ വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. ആദ്യത്തെ ഗോള് ഒയർസബാലാണ് നേടിയത്. അത് 36-ാമത്തെ മിനിറ്റിൽ. മാത്രമല്ല 89-ാം മിനിറ്റിൽ ഒയർസബാൽ ഒരു ഗോൾ നേടുകയും ചെയ്തു. ഞാൻ ഒയർസബാലിനെ കുറിച്ച് പറയാം. ഒരു ചെറിയ അയാൾ 31 വയസ്സുകാരനാണ്, മിടുക്കനാണ്, വളരെ തന്ത്രശാലിയാണ്, കളം നിറഞ്ഞു കളിക്കും, ചെറു പാസുകളിലൂടെ അസിസ്റ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഗോൾ നേടാനുള്ള അവസരങ്ങളുണ്ടാക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഈ ലോകകപ്പിൽ ഒയർസബാലിന് ഒരു വൃത്തികെട്ട റെക്കോർഡ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ആരും ആഗ്രഹിക്കാത്ത ഒരു റെക്കോർഡ് ഉടമ കൂടിയാണ് അദ്ദേഹം. കാരണം 1986 ശേഷം ലോകകപ്പിൽ ആദ്യത്തെ 30 മിനിറ്റ് പന്ത് തൊടാതിരുന്ന ഒരു താരം എന്നുള്ള ഖ്യാതി വേണമെങ്കിൽ, ഖ്യാതിയോ അത് എന്താണ് പേരുദോഷമോ എന്തോ ആയിക്കോട്ടെ, ഒയർസബാലിന് ഈ ലോകകപ്പിലൂടെ നേടിക്കൊടുത്തു. പക്ഷേ അത് ആദ്യത്തെ മത്സരമായിരുന്നു, ഗ്രൂപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ. അത് ആദ്യത്തെ 30 മിനിറ്റ് ഒരു പന്ത് പോലും തൊടാൻ പോലും പറ്റില്ല, അതിൽ ഓടി കളിക്കുകയായിരുന്നു എന്നുള്ള വാസ്തവം തന്നെയാണ്. അതൊരു റെക്കോർഡ് തന്നെയാണ്. ആ 30 മിനിറ്റിൽ വരെ പന്ത് തൊടാതിരിക്കുന്ന ഒരു കളിക്കാരൻ ഇൻ്റർനാഷണൽ മാച്ചിൽ എന്നുള്ളത് അതൊരു റെക്കോർഡായി. 86-ന് ശേഷം ഇപ്പം 2026-ലാണ് ആ റെക്കോർഡ് ഒയർസബാലിൻ്റെ പേരിൽ വന്നത്. പക്ഷേ അദ്ദേഹം ആ മത്സരത്തിലും അതിന് ശേഷമുള്ള മത്സരത്തിൽ 2 ഗോൾ അടിക്കുകയുണ്ടായി. ഒരു മത്സരത്തിൽ തന്നെ 2 ഗോൾ വീതം നേടി. ഈ മത്സരത്തിൽ
ഓസ്ട്രിയക്കെതിരെയുള്ള ഈ മത്സരത്തിൽ അദ്ദേഹം 2 ഗോൾ ഇന്നും നേടിയിരിക്കുന്നു. അതായത് 36-ാം മിനിറ്റിലും 89-ാം മിനിറ്റിലും അങ്ങനെ നേടി. മറ്റൊരു മൂന്നാമത്തെ ഗോൾ നേടിയത് അലക്സ് ബിയനാണ്. അതും നാം കണ്ടു, വളരെ മനോഹരമായ ഒരു ഗോൾ തന്നെയാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ക്വാർട്ടർ ഫൈനലിൽ സ്പെയിനിൻ്റെ ആധിപത്യം എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് കൂടി നമുക്ക് ഒന്നും കൂടി പറയാം. ഈ കുക്കുറിലെ എപ്പോഴും നൽകുന്ന മികച്ച പാസുകളാണ്. അദ്ദേഹം മിഡ്ഫീൽഡിന് താഴെയാണ് ഇറങ്ങിയാണ് കളിക്കുന്നതെങ്കിലും അദ്ദേഹം പന്തും കൊണ്ട് ഇടത് വിങ്ങിലൂടെ ഇങ്ങനെ കയറി വന്നിട്ട് യമാലിനും ഉയർസബാലിനും ഒക്കെ നൽകുന്ന പാസുകൾ, ഈ 2 പാസുകൾ, അതായത് കുക്രുവിലെ കൊടുത്ത മികച്ച ഒരു പാസ് തന്നെയാണ് ഉയർസബാൽ അത് ഗോളാക്കി മാറ്റിയത് 36-ാം മിനിറ്റിൽ. അതിനുശേഷവും ഈ ബിയൻ അടിച്ച ഗോളിൻ്റെയും പിന്നിൽ കുക്കുറിലെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. അതുപോലെ തന്നെ യമാലും വളരെ മനോഹരമായി തന്നെ കളിച്ചു. അതുകൊണ്ട് തന്നെ ഇവർ അടുത്ത മത്സരത്തിൽ ക്വാർട്ടർ ഫൈനലിൽ നേരിടാൻ പോകുന്നത് പോർച്ചുഗലിനെയാണ് എന്നുള്ള കാര്യവും നാം വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് പോർച്ചുഗലും സ്പെയിനും തമ്മിലുള്ള ഒരു വാശിയേറിയ മത്സരം അടുത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് നമുക്കൊരു ഒരു പ്രത്യേകത. ഇന്ന് വേറൊരു മത്സരം കൂടെ അവസാനം നടന്നിട്ടുണ്ട്. അതായത് അൾജീരിയയും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള മത്സരമായിരുന്നു. നമുക്കറിയാം അൾജീരിയ എന്ന ആഫ്രിക്കൻ ടീമാണ്. അതായത് വടക്കൻ നോർത്ത് ആഫ്രിക്കയിലുള്ള ഒരു ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ കൺട്രി തന്നെയാണ് അൾജീരിയ. അവിടെ അവർ ഫുട്ബോൾ കളിച്ച് വളരെ അവരുടെ ഹരം തന്നെയാണ്, അവരുടെ ജീവാത്മാവ് തന്നെയാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. അത് ലഹരി തന്നെയാണ് അവരുടെ. പക്ഷേ അവർക്ക് അൾജീരിയയ്ക്ക്, ഞാൻ പറഞ്ഞു നേരത്തെ, ഓസ്ട്രിയയോട് 3-3 ജയിച്ചാണ് അവർ മത്സരത്തിൽ ജയിച്ച് 3-ാം സ്ഥാനത്തെത്തി അവർ പ്രീ ക്വാർട്ടറിന് അല്ലെങ്കിൽ 32ലേക്കുള്ള ഒരു സാധ്യത നേടിയതും വന്നതും. പക്ഷേ സ്വിറ്റ്സർലൻഡിൻ്റെ 2 ഗോളുകൾക്ക് സ്വിറ്റ്സർലൻഡ് ജയിച്ചു എന്നുള്ളതും നമ്മൾ എടുത്ത് പറയേണ്ടത്. അതിൽ ന്യൂയി നേടിയ 46-ാം മിനിറ്റിൽ നേടിയ ഒരു മികച്ച ഒരു ഗോള് നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. 10-ാം മിനിറ്റിൽ മാർട്ടിൻ നേടിയ മറ്റൊരു ഗോളുണ്ടായിരുന്നു. അങ്ങനെ 2 ഗോളുകൾ കൂടി മാർട്ടിൻ എംബോളയാണ് ആദ്യത്തെ ഗോൾ നേടുന്നത്. മാർട്ടിൻ എംബോള നേടിയ ഒരു ഗോള്, അതേസമയം ന്യൂയി നേടിയ 46-ാം മിനിറ്റിലെ ഗോള്. സ്വിറ്റ്സർലൻഡിന് ഒരു നേട്ടം കൂടി അവർ കൈവരിച്ച. നോക്കൗട്ട് റൗണ്ടിൽ സ്വിറ്റ്സർലൻഡ് ഇതുവരെയും 2 ഗോൾ നേടിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ലോകകപ്പിൽ. അങ്ങനെ രണ്ടാമത്തെ ഗോളും കൂടി സ്വിറ്റ്സർലൻഡ് നേടി അവരും അങ്ങനെ പ്രീ ക്വാർട്ടറിലേക്കുള്ള, അതായത് അവസാന 16ലേക്കുള്ള സാധ്യത നിലനിർത്തിയിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ കൂടി നമുക്ക് ഒന്ന് വേഗത്തിൽ കണ്ണോടിച്ചു പോകാം. ഇന്ന് 3 മത്സരങ്ങളാണ് നടക്കുന്നത്. ആ 3 മത്സരങ്ങളുടെ പ്രത്യേകത 32 പേരുള്ള റൗണ്ടിലെ അവസാന 3 മത്സരങ്ങൾ തന്നെയാണ് ഇന്ന് നടക്കുന്നത്. അതോടുകൂടി പ്രീ ക്വാർട്ടറിലേക്ക് കടക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16 ടീമുകൾ, 32-ൽ നിന്നും 16 ടീമുകൾ അവശേഷിക്കും. അത് ആരൊക്കെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഏകദേശ രൂപം നമുക്കായി കഴിഞ്ഞിരിക്കുന്നു. ഈ 3 മത്സരങ്ങൾ കൂടി നടക്കുമ്പോൾ അതിൽ നിന്നും ജയിക്കുന്നവരുടെ, അതായത് 3 ടീമുകൾ കൂടി ഈ അവസാന റൗണ്ടിലേക്ക്, അതായത് 32 കഴിഞ്ഞുള്ള 16 റൗണ്ടിലേക്ക്, അതായത് പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തേണ്ടതുണ്ട്. അതിൽ നിന്നും 8 ടീമുകളായിരിക്കും മത്സരത്തിലേക്ക് വരിക. അതിൽ നിന്നും 4 ടീമുകൾ സെമി ഫൈനലിലേക്കും 2 ടീമുകൾ ഫൈനലിലേക്കും എത്തുന്നത്. 20-ാം തീയതിയാണ് ഫൈനൽ. അപ്പോൾ നമുക്ക് ഇന്ന് പുലർച്ചെ നടക്കുന്ന മത്സരങ്ങളിൽ നോക്കാം. ആദ്യത്തെ മത്സരം നടക്കുന്നത് ഓസ്ട്രേലിയയും ഈജിപ്തും തമ്മിലാണ്. തീർച്ചയായിട്ടും അത് ഇന്ന് രാത്രി 11:30-ക്കാണ് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും. കാരണം രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് കാണാം. 11:30 കിടന്നാൽ ഏകദേശം ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 1:30 ആകുമ്പോഴത്തേക്ക് ആ മത്സരം അവസാനിക്കും. നമുക്ക് കാണാനും പറ്റും. പക്ഷേ ഓസ്ട്രേലിയ ഈജിപ്തും തമ്മിലുള്ള മത്സരം നമുക്ക് തീർച്ചയായിട്ടും അതിൽ സാധ്യത ഞാൻ കാണുന്നത് ഈജിപ്തിന് തന്നെയാണ്. കാരണം നമുക്കറിയാം ഈജിപ്ത് ഒരു ശക്തമായ ആഫ്രിക്കൻ ടീം തന്നെയാണ്. മുഹമ്മദ് സലയുടെ നേതൃത്വത്തിലുള്ള മുഹമ്മദ് സല വളരെ മികച്ച രീതിയിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കളിച്ചിരുന്നു. അദ്ദേഹം ഗോൾ നേടുകയും ചെയ്തു. 2 ഗോൾ നേടിയിട്ടുണ്ട്. മുഹമ്മദ് സലയുടെ പന്തടക്കവും മെയ്വഴക്കവും തന്ത്രവും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മത്സരം തന്നെയാണ് ഓസ്ട്രേലിയയെ നമ്മൾ എഴുതിത്തള്ളാൻ വരണ്ട. കാരണം വെച്ചാൽ ഓസ്ട്രേലിയ മികച്ച നിലവാരത്തിലൂടെയാണ് ഈ മത്സരങ്ങളിലെല്ലാം കടന്നു വന്നിരിക്കുന്നത്. മറ്റൊരു മത്സരമാണ് ഏറ്റവും ഉദ്യോഗത്തോടെ കാത്തിരിക്കുന്ന ഒരു മത്സരം. അതായത് അർജൻറ്റീനയും കേപ്പ് വെർദയും തമ്മിലുള്ളൊരു മത്സരമാണ്. നമുക്കറിയാം കേപ്പ് വെർദ എന്ന ഒരു കുഞ്ഞൻ രാജ്യം, 5 മില്യൺ ആൾക്കാരും അതായത് മാത്രമുള്ള ഒരു ചെറിയ രാജ്യം. അവർ ഫുട്ബോൾ കണ്ട് വളർന്ന് ജീവിച്ച് പെലെയുടെ കളിയൊക്കെ കണ്ട് വളർന്ന ഒരു തലമുറയിൽ നിന്നുമാണ് ഇപ്പോൾ കേപ്പ് വെർദെ ആദ്യമായിട്ട് ലോകകപ്പിൻ്റെ ഈ പ്രീ ക്വാർട്ടർ അല്ലെങ്കിൽ 32 നോക്കൗട്ട് മത്സരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. കേപ്പ് വെർദെ എല്ലാം 3 സമനില, സ്പെയിനിനെയും സൗദി അറേബ്യയെയും സമനിലയിലാക്കിക്കൊണ്ടാണ് അവർ പോയിൻ്റ് നിലയിൽ 3-ാം സ്ഥാനത്ത് വന്ന് കേപ്പ് വെർദെ അടുത്ത റൗണ്ടിലേക്ക് കടന്നെത്തിയത്. കേപ്പ് വെർദെ നമുക്കറിയാം, അവർക്ക് പിടിച്ചു നിന്നാൽ ഒരു പക്ഷേ അർജൻറ്റീന
അത്ഭുതപ്പെടുത്തുവാൻ കഴിയും, അമ്പരപ്പിക്കുവാൻ കഴിയും എന്നുള്ളത് നാം എടുത്തു പറയണം. നമുക്ക് അർജൻറ്റീനയിലെ ടീമിനെ അംഗങ്ങളെല്ലാം നമുക്കറിയാം. മാർട്ടിനസ് ഉണ്ട്, നമുക്ക് മെസ്സിയുണ്ട്. മെസ്സിയുടെ ഇന്ദ്രജാലം നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ആവേശത്തോടെ എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷേ അതിനെക്കാട്ടിയും പ്രധാനമായി ഇവരെ ഏകദേശം സമനിലയിൽ തളയ്ക്കാൻ കേപ്പ് വെർദെക്ക്, കാരണം ഇവർ സമനിലക്കാരുടെ ആളാണല്ലോ തീർച്ചയായിട്ടും. കഴിഞ്ഞ 3 മത്സരങ്ങളാണ് സമനില നേടി ഇവർ വന്നത്. അതുകൊണ്ട് ഈ സമനിലയിലേക്ക് അർജൻറ്റീനയെ തളയ്ക്കാൻ, അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും അർജൻറ്റീന എന്നുള്ള ഒരു ഉജ്ജ്വലമായ ഒരു ടീമിനെ എങ്ങനെ കേപ്പ് വെർദെ ഒരു കുഞ്ഞൻ ടീം സമനിലയിൽ തളയ്ക്കുമെന്നുള്ളത്. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ 2022 നടന്ന ലോകകപ്പിൽ അർജൻറ്റീനയ്ക്ക് ഒരു തോൽവിയാണ് ഏൽക്കേണ്ടി വന്നത്. അത് ഗ്രൂപ്പ് മത്സരങ്ങളിൽ അത് സൗദി അറേബ്യയോടായിരുന്നു എന്നുള്ള കാര്യം. അത് ആ സൗദി അറേബ്യ എന്നുള്ള ഒരു കമ്പാരിറ്റീവ്ലി ഒരു താഴ്ന്ന ടീമാണ്. അവരോട് അർജൻറ്റീന തോറ്റത് അന്ന് വളരെ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു. കേപ്പ് വെർദെയെ അർജൻറ്റീനയെ എങ്ങനെയെങ്കിലും 1-1, 2-2 അല്ലെങ്കിൽ ഗോളിൻ്റെ സമനിലയിൽ തളച്ചു കഴിഞ്ഞാൽ, എക്സ്ട്രാ ടൈമിൽ നീങ്ങിക്കഴിഞ്ഞാൽ അത് പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് പോകും എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ വിജയിക്കാൻ പോകുന്നത് നമ്മുടെ താരമായി കഴിഞ്ഞ കേപ്പ് വെർദെയുടെ ഇതിഹാസ താരം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ വാഴ്ത്തപ്പെടുന്ന ഗോൾ കീപ്പർ വീഞ്ഞിയോ ആണ്. അദ്ദേഹത്തിന് 41 വയസ്സായി. വളരെ മനോഹരമായ സേവുകളിലൂടെയാണ് വീഞ്ഞിയോ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഈ ഗോൾ വല കാത്തുകൊണ്ട് കേപ്പ് വെർദെയെ നേരത്തെ പറഞ്ഞ സമനിലകളിലേക്കൊക്കെ എത്തിച്ചത്. അങ്ങനെ കൊളംബിയ ഘാന മത്സരം കൂടി അവശേഷിക്കുന്നുണ്ട്. അത് രാവിലെ 7 മണിക്കാണ് നമുക്ക് കാണാനുള്ളത്. നമുക്ക് കൊളംബിയോ ഘാന മത്സരത്തിൽ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളംബിയയും ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമാണ്. അവരുടെയും ഫുട്ബോളാണ് അവരുടെ സിരകളിലൂടെ ഓടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഫുട്ബോൾ ഹരമാണ് അവിടെ. നമുക്ക് കൊളംബിയയെക്കുറിച്ച് ഏറ്റവും പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ എത്രമാത്രം ഫുട്ബോളിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് വിസ്മരിച്ചുകൂടാ എന്ന് പറയുമ്പോഴും അവർക്ക് എത്രമാത്രം ആവേശമാണ് എന്നുള്ള കാര്യം നമ്മൾ എസ്കോബാറിൻ്റെ കാര്യം, ഞാൻ നേരത്തെ ജോട്ടയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്കറിയാം. എസ്കോബാറിൻ്റെ ഒരു മരണം അത് എന്നും കരളിനിഴൽ വീഴ്ത്തിയതാണ് ഫുട്ബോൾ രംഗത്ത്. കാരണം എസ്കോബാർ 1994 USA-ക്കെതിരെ കൊളംബിയ നടത്തിയ മത്സരത്തിൽ USA-യോട് കൊളംബിയ തോൽക്കുകയായിരുന്നു. എങ്ങനെ തോറ്റു എന്ന് പറഞ്ഞാൽ ഒരു നിർണായകമായ ഒരു ഗോൾ പിഴവ്. അതായത് US ഡിഫൻഡർ അടിച്ച ഒരു പന്ത് കാലുകൊണ്ട് തടുത്ത്, എന്തിനു വേണ്ടി തടുത്തു? ഗോൾ പോസ്റ്റിൽ പോകാതിരിക്കാൻ തടുത്തപ്പോൾ അത് എസ്കോബാറിൻ്റെ കാലിൽ തട്ടി ഗോൾ പോസ്റ്റിനേക്കകത്ത് കയറി ഒരു സെൽഫ് ഗോളായി മാറി. പക്ഷേ അതോടുകൂടി കൊളംബിയ തോൽക്കുകയും ആ ലോകകപ്പിൽ നിന്ന് പുറത്താകുകയും ചെയ്തു. കാണികൾ ആവേശം കൊണ്ടു എന്ന് പറഞ്ഞാൽ US കാണികൾ ആവേശം കൊണ്ടപ്പോൾ ഈ കൊളംബിയൻ താരങ്ങളിലും അതോടൊപ്പം തന്നെ കാണികളും നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു. വളരെ ദുഃഖകരമായ ഒരു പരിതസ്ഥിതിയായിരുന്നു അന്ന് കളിക്കളത്തിൽ കണ്ടത്. പക്ഷേ അത് അവരുടെ വാശിയായി മാറി. കാരണം ഇത് തെരുവുകളൊക്കെ അക്രമം അരങ്ങേറി, തെരുവുകൾ കത്തി. കാരണം ഇങ്ങനെയൊരു ഗോളിലൂടെ കൊളംബിയ തോറ്റു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അത് ഒരാഴ്ച നീണ്ടു നിന്ന അക്രമങ്ങൾ അങ്ങനെ അവസാനിച്ചു. അത് കഴിഞ്ഞ് എസ്കോബാർ ഒരു ബാറിലേക്ക് വൈകുന്നേരം രാത്രി 10 മണിക്ക് അദ്ദേഹം അവിടെ ഈ നൈറ്റ് ലൈഫും ബാറും അതോടൊപ്പം ലഹരി ഉപയോഗമൊക്കെ കുറച്ചുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹം ഈ ബാറിൽ പോയപ്പോഴത്തേക്ക് ഒരു ആരാധകൻ തൻ്റെ തോക്കെടുത്ത് അദ്ദേഹത്തിന് നിറയൊഴിക്കുകയും അങ്ങനെ എസ്കോബാർ അവിടെ തന്നെ ആ സ്പോട്ടിൽ മരണപ്പെടുകയും ചെയ്തു. ആ എസ്കോബാറും ഘാനയും തമ്മിലുള്ള രണ്ടും ഒരു ആഫ്രിക്കൻ ടീമും അതോടൊപ്പം തന്നെ ലാറ്റിൻ ടീമുള്ള മത്സരമാണ് ഇന്ന് രാവിലെ പുലർച്ചെ 7 മണിക്കുള്ളത്. അപ്പോൾ അങ്ങനെ നിരവധി സംഭവങ്ങളും വിഷയങ്ങളും ഒക്കെ ആയിട്ടുള്ള മത്സരങ്ങൾ കടന്നു വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അർജൻറ്റീന ഒരു പക്ഷേ ജയിക്കുമായിരിക്കും. ഇനി ബ്രസീലിന് നാളെ കളിയുണ്ട്, ബ്രസീൽ ഉണ്ടാവും. പോർച്ചുഗൽ കയറി കഴിഞ്ഞു, സ്പെയിനും കയറി കഴിഞ്ഞു, ഫ്രാൻസും ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും അടുത്ത പ്രീ ക്വാർട്ടറും ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളും ആവേശം വാരി വിതറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വിശേഷങ്ങളുമായി ഏഷ്യാനെറ്റ് ഫൈബർ സൂപ്പർ സോക്കർ അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം.